നമസ്കാരം. ഓപ്പിൾസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും ഗുരുവായൂർ വിശേഷങ്ങളുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരിക്കുകയാണ്. ഇന്നിവിടെ ഉദയാസ്തമന പൂജയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ക്യൂവിൽ നിൽക്കേണ്ടതായി വന്നു. ഇവിടെ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജ പതിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും. രാവിലെ ആനപ്പുറത്തുള്ള ശിവയിലേക്ക് കണ്ടു തൊഴുതു. അതിനുശേഷം ഞങ്ങൾ മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോവുകയാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർത്തിയാവണമെങ്കിൽ മമ്മിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തണമെന്നാണ് പറയുക. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വാമഭാഗത്തിങ്കൽ പാർവതി ദേവിയുമായിരിക്കുന്ന പരമശിവനാണ്. ഗണപതി, സുബ്രഹ്മണ്യൻ, മഹാവിഷ്ണു എന്നീ ഉപദേവന്മാരുമുണ്ട്. ഇവിടുത്തെ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വന്നപ്പോൾ തെർമോക്കോൾ കൊണ്ട് ശിവന്റെ ഒരു രൂപം ഉണ്ടാക്കിയതിരിപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മോനൊരാഗ്രഹം ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ ഇവിടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി. ഇവിടെ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ നിന്ന് തന്നെ 3 തരവും ഭക്ഷണം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ ചുറ്റുമതിലുള്ള ചുമർ ചിത്രങ്ങളൊക്കെ കണ്ട് ഭഗവാന്റെ ഓരോ കഥകളൊക്കെ മോന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ക്ഷേത്രത്തിന് പുറത്തുകൂടെ കുറേ നേരം ചുറ്റി നടന്ന ശേഷം ഞങ്ങൾ മരപ്രഭുവിൻ്റെ ശില്പം കാണാൻ വേണ്ടി എത്തി. അതിനുശേഷം ക്ഷേത്രത്തിന് സമീപമുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴേക്കും എൻ്റെ അച്ഛനും ചേട്ടൻ്റെ ഫ്രണ്ടായ വിപിൻ ചേട്ടനും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചായി യാത്ര. അങ്ങനെ ക്ഷേത്ര ദർശനത്തിന് ഓർമ്മയ്ക്കായി കുറച്ച് മനോഹരമായ ചിത്രങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ മഞ്ജുളയാലി കാണാൻ വേണ്ടി പോയി. അവിടെ നിന്നും ഞങ്ങൾ പുന്നത്തൂർ ആനക്കോട്ടയിലേക്കാണ് പോയത്. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ റൂമിലെത്തി. അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. അതിനുശേഷം ലഗേജ് എല്ലാം എടുത്തു, റൂം വെക്കേറ്റ് ചെയ്തു. അങ്ങനെ ലഗേജ് എല്ലാം ഈ കാറിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ശേഷം ഞങ്ങൾ വീണ്ടും ക്ഷേത്രത്തിന് സമീപമുള്ള സമൂഹ മഠത്തിലേക്കാണ് പോയത്. അവിടെ നിന്ന് അടിപൊളി ഒരു ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ക്ഷേത്രനടയിലെത്തി. വീണ്ടും എല്ലാവരും നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു കടയിൽ കയറിയപ്പോൾ അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻസാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വെറുതെ കണ്ടു നിൽക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇഷ്ടം പോലെ വീഡിയോ എടുത്തു. ഇവിടെ നിന്ന് വീഡിയോ എടുക്കുക മാത്രമല്ല ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയും ചെയ്തു. പർച്ചേസിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഞങ്ങൾ ട്രെയിനിലാണല്ലോ വന്നത്, ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന്. പിന്നെ മേടിച്ച സാധനങ്ങളെല്ലാം കൂടെ ഒന്നും നോക്കാതെ തന്നെ ചേട്ടൻ്റെ കാറിൽ കയറ്റി. ചേട്ടനൊക്കെ കോട്ടയത്തു നിന്ന് കാറിനാണ് വന്നത്. അതുകൊണ്ട് തന്നെ അമ്മയും അവരുടെ കൂടെ തിരികെ കോട്ടയത്തേക്ക് പോവുകയാണ്. അമ്മയും മോനും ഞാനും കൂടി തിരികെ ട്രെയിനിനാണ് പോകുന്നത്. ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് കയറിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ കേര ഓയിൽ മിൽ എന്ന സ്ഥാപനത്തിലാണ്. അങ്ങനെ ഞങ്ങളെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് ചേട്ടനൊക്കെ തിരികെ പോയി. ഞങ്ങൾ 1:30-ക്കുള്ള എറണാകുളം ട്രെയിനാണ് കയറിയത്. വെളുപ്പിനെ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് എണീറ്റത് കൊണ്ട് തന്നെ മോന് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറിയതും അവൻ കിടന്ന് ഉറങ്ങി. അങ്ങനെ എറണാകുളത്ത് നിന്ന് വഞ്ചിനാട് എക്സ്പ്രസ്സിനാണ് തിരിച്ചു പോകുന്നത്. പിന്നെ ഞങ്ങൾ 7:30 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ഈ കുട്ടി വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പായി മോന് ഈ ഗുരുവായൂർ യാത്രയെക്കുറിച്ച് എന്തോ പറയാനുണ്ട്. അതുകൂടി കേട്ടാലോ? ഇത്ര അറിയത്തുള്ള ഗുരുവായൂരമ്പലത്തില് അകത്ത് ആരെയാ കണ്ടേ? ആണോ? ഏത് രൂപത്തിലുള്ള കിച്ചാമ്പൂറ്റിയെ കണ്ടേ? വെരി ഗുഡ്. താമരക്കണ്ണനെ കണ്ടല്ലേ? പിന്നെ എന്തോ ഇഷ്ടപ്പെട്ടെ? ഏത് ഫാൻ? എന്തോ ഫാന്റെ പ്രത്യേകത? ഒത്തിരി വലിപ്പമുണ്ട്. ക്യൂവിന്റെ അവിടെ നിൽക്കുമ്പോഴത്തെ വലിയ ഫാനാ അല്ലേ?